മരിച്ചെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ബധിരനും മൂകനുമായ യുവാവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോയതാണ് വീട്ടുകാർ. മൃതദേഹം ചിതയിലേക്ക് വെച്ചു. ശവസംസ്കാരത്തിന് അല്പനിമിഷം മുമ്പ് അതാ യുവാവ് എഴുന്നേൽക്കുന്നു. ചിതയിലെ പുകയേറ്റ് ശ്വാസം മുട്ടിയപ്പോഴാണ് രോഹിതാഷ് കുമാർ കണ്ണു തുറന്നത്. ജയ്പൂരിലെ 3 ഡോക്ടർമാരെ സസ്പെൻഡും ചെയ്തു. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മരിച്ചു എന്ന് ഡോക്ടർമാര് വീഴ്ത്തി എഴുതുന്നു. അതിനുശേഷം മോർച്ചറിയിലേക്ക് ബോഡി മാറ്റുന്നു. ബന്ധുക്കളെ വിളിപ്പിക്കുന്നു. അതിനുശേഷം ബന്ധുക്കൾക്ക് ബോഡി വിട്ട് നൽകുന്നു. അവർ ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിത ഒരുക്കുന്നു. ചിതയിലേക്ക് രോഹിതാഷ് കുമാറിനെ വെക്കുന്നു. പിന്നീട് സംഭവിച്ചത് തീ കത്തിച്ചു, പുകനാളം ഉയർന്നു. അതിനോടൊപ്പം മരിച്ച രോഹിതാഷ് കുമാറും കൂടെ എഴുന്നേറ്റ് വന്നു. ഇതൊരു സാങ്കല്പിക കഥയൊന്നുമല്ല, യഥാർത്ഥത്തിൽ നടന്നതാണ്. രാജസ്ഥാൻ ജയ്പൂരിലാണ് ഇങ്ങനൊരു കാര്യം നടന്നത്. ഇതിന് പിന്നാലെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു എന്ന് വിധി എഴുതിയ 3 ഡോക്ടർമാരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽ. അപ്പം ഇത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ബധിരനും മൂകനുമാണ്. ഇദ്ദേഹത്തിന് പറയത്തക്ക വിധത്തിലുള്ള ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. രോഹിതാഷ് കുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഷെൽട്ടർ ഹോമിലാണ് ഇദ്ദേഹത്തിന് താമസിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നാളുകൊണ്ട് അദ്ദേഹത്തിന് അവശത വല്ലാത്ത രീതിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനെ നോക്കിയ ഡോക്ടേഴ്സാണ്, ഈ 3 പേരും കൂടെയാണ് നോക്കുന്നത്, കാര്യങ്ങൾ പറയുന്നത്. മരിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ചോദിക്കാനും പറയാനോ ആരുമില്ല, ആരുമില്ലാത്തവനല്ലേ, അത്തരത്തിലാണ് എഴുതി തള്ളിയെന്നുള്ള രീതിക്ക് ഒരു ന്യൂസും വരുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിനെ മോർച്ചറിയിലേക്ക് വരെ വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ബന്ധുക്കൾ വരുന്നതെന്ന് പറയുന്നത്. ആ വന്ന ബന്ധുക്കൾക്ക് ബോഡി വിട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. ആലോചിക്കണം എത്ര നേരമാണ് എടുത്തതെന്നുള്ള കാര്യം. പക്ഷെ നേരെ വീട്ടിൽ കൊണ്ടു ചെല്ലുന്നു. അവരെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി പോലും ബോഡി ഒരുപാട് വട്ടം അവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം ചിതയിലേക്ക് വെച്ച് തീ കത്തിച്ച് പുകനാളങ്ങൾ ഉയരുന്നതിനോടൊപ്പം ഒരുപക്ഷെ ശ്വാസം മുട്ടിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തീയുടെ ചൂടേറ്റ് ഭയങ്കര ഇതായതുകൊണ്ടായിരിക്കാം അദ്ദേഹം എഴുന്നേൽക്കുകയാണ് ചെയ്തത്. ഇതൊന്ന് തിരിച്ച് സങ്കല്പിച്ച് നോക്കി. അതായത് ഈ പറയുന്ന കണക്ക് തീ കത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലായിരുന്നു ചെയ്തത്. ഇദ്ദേഹത്തിന്റെ നേരെ പോയി ഇലക്ട്രിക് രീതിയിലായിരുന്നു ഈ പറയുന്ന ശവസംസ്കാരം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമോ? അപ്പം ഇതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നത്. ഇതിനു മുന്നും പല വാർത്തകൾ വെളിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ മരിച്ചു എന്ന് കരുതിയ ആൾക്കാർ ജീവനോടെ എഴുന്നേറ്റ് വന്നത്. അതിൽ പല വാർത്തകളും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡോക്ടേഴ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ആ ടേബിളിൽ വെച്ചാണ് അവർക്ക് ജീവൻ ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടുന്നതെന്ന് പറയുന്നത്. ഈ പറയുന്ന സെഡേഷൻ അധികം ഈ പറയുന്ന മരിച്ചതിന് ശേഷം ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ, ശരീരം കീറുന്നത് കൊണ്ട് തന്നെ ജീവനുള്ള വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേദനയുടെ ചെറിയ തരിപ്പെങ്കിലും ഉണ്ടാവും. അതുമൂലം ഒരു അമേരിക്കയിൽ നടന്നൊരു സംഭവം ഈ ഇടയ്ക്ക് വരെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത്തരത്തിലേക്ക് മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു കാര്യം പോസ്റ്റ്മോർട്ടം പോലും ഇദ്ദേഹത്തിന് ചെയ്യാതെ ഇദ്ദേഹത്തിന് മോർച്ചറിയിലേക്ക് വിട്ടു എന്നൊരു സംഭവം കൂടി ഇതിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇവർ ഈ പറയുന്ന സസ്പെൻഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു രോഗിയുടെ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജീവനുണ്ടോ, ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന ഒരു സ്ഥാനം പോലും ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത്രയും നിസാരമായി രോഗികളെ കണക്കാക്കുക, അവരുടെ ജീവന് നിസാരമായി വില കൽപ്പിക്കുക എന്നൊരു സംഭവം, ഇതൊക്കെ കേൾക്കുന്ന സമയത്താണ് പലപ്പോഴും ആശ്ചര്യത്തോടെ നമുക്ക് തോന്നിപ്പോകുന്നത്. അതായത് ഇന്നത്തെ എത്ര ഡോക്ടേഴ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കാരണം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രയധികം നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. ചില വാർത്തകൾ ഒരാഴ്ച മുന്നേ വന്നൊരു വാർത്തയുണ്ട്. അതായത് ബീഹാറിലോ മറ്റോ, ഡൽഹിയിലോ ബീഹാറിലോ ആണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞു കുട്ടിയെ 5 വയസ്സോ മറ്റോ ഉണ്ട്, അതിൻ്റെ വലത്തെ കണ്ണിൽ മറ്റോ വെള്ളം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, വേദന അനുഭവപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത്, കാരണം പ്ലാസ്റ്റിക് എന്തോ ചീലെന്തോ കുഞ്ഞിൻ്റെ കണ്ണിൽ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പറയുന്നത് ഡോക്ടേഴ്സ്. അതിനുശേഷം കുഞ്ഞിൻ്റെത് വലത്തെ കണ്ണ് ചെയ്യേണ്ടതിന് പകരം ഇടത്തെ കണ്ണ് ചെയ്യുന്നു. വീട്ടിൽ വന്നതിന് ശേഷമാണ് രക്ഷിതാക്കൾക്ക് പോലും അതൊരു കാര്യം പിടികിട്ടുന്നത്. പിന്നീട് ഡോക്ടേഴ്സ് അത് നിരസിക്കുക, അങ്ങനെ കുറേ കേസിലേക്കും മറ്റും പോയിട്ടുണ്ട്. ഇതൊരു വാർത്ത. ഇനി ഇവിടെ കേരളത്തിൽ തന്നെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന വയറ്റിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്തും മറ്റും ഡെലിവറി ടൈമിലും മറ്റും കത്രിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോകുന്നത്, പഞ്ഞിക്കെട്ടുകൾ പോകുന്നത്, അങ്ങനെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവൻ തന്നെ പോകുന്നത്, അങ്ങനെ എത്രയോ കാര്യങ്ങൾ, സമരങ്ങൾ, ഇതൊക്കെ ഇവിടെ തുടർക്കഥയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് കൊട്ടാരക്കരയിൽ നടന്ന വന്ദന കൊലക്കേസ് എന്ന് പറയുന്നത്. ഡോക്ടറാണ് കൊന്നത്, രോഗിയാണ് കൊന്നത്. അപ്പോൾ ആ ഒരു കേസ് വന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ ഭേദഗതി ചെയ്യുകയും ബാക്കി നിയമങ്ങൾ പാസ്സാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഡോക്ടേഴ്സിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സമയത്ത് ഡോക്ടേഴ്സ് നോക്കുന്ന രോഗികൾക്ക് എത്രമാത്രം സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം അതിനൊരു സംരക്ഷണം നൽകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരുപക്ഷെ ഇതിന് ശേഷമാണ് തോന്നുന്നു ഒരുപാട് വാർത്തകൾ നിരന്തരമായിട്ട് ഇത്തരത്തിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ
ചെറിയ അശ്രദ്ധ മതി ഒരു ജീവൻ നഷ്ടപ്പെടാനെന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ ഡോക്ടേഴ്സിന്റെ ഫെഡറേഷനെല്ലാം ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത്, ഒരു ഡോക്ടർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ഒന്നിച്ച് തന്നെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമരങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിനോ നമ്മുടെ സർക്കാരിനോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ ഈ ഒറ്റയടിക്ക് സമരം വയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖല മൊത്തത്തിൽ സ്തംഭിച്ചു കളയും. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ടായിരിക്കും മേ ബി ചില ആൾക്കാർ, എല്ലാവരൊന്നും പറയുന്നില്ല, ചില ആൾക്കാരെങ്കിലും ഇത്തരത്തിലേക്ക് പോകുന്നത്. അതിലപ്പുറത്തേക്ക് പൈസ കൊടുത്ത് പണം കൊണ്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനായിട്ട് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത കുറേ ആൾക്കാർ പോലും ഡോക്ടേഴ്സായിട്ട് ഇന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ അടുത്ത് പല അസുഖങ്ങളുമായിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടാണ് ചോദിക്കുന്നത്, എന്താണ് ഇതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ, എന്തായിരിക്കും അങ്ങനെ ചോദിക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ പറയുന്നതെന്നുള്ളത്. അപ്പം ഓരോ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നത് ഒരു രോഗമെന്ന്, മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് തീരാത്തത് കൊണ്ട് മറ്റൊരു ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് മറ്റൊരു രോഗം എന്ന് പറയുന്നത്. അപ്പം സ്ഥിരമായിട്ട് രോഗം എന്തെന്ന് നിർണ്ണയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഡോക്ടേഴ്സ് മാറുമ്പോൾ അവരെന്താണ് പഠിച്ചത്, എന്ത് ശാസ്ത്രീയ വശമാണ് ഇതിന് പിന്നിലുള്ള എന്നൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ വെളിപ്പെടുത്തിയെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ വീഡിയോ ചെയ്ത സമയത്തേ പറഞ്ഞാണ് ഈ വീഡിയോയ്ക്കൊന്നും അത്ര റീച്ച് ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഈ നെഗറ്റീവോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കിൽ കുറച്ച് മസാലയോ ഒന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആരും കാണാൻ അത്ര കൂട്ടാക്കത്തില്ല. ക്യാൻസറിന്റെ 4ാം ഘട്ടം ആയപ്പോഴാണ് ആ ഒരു ടീച്ചറിന്റെ ആണ്, ജയശ്രീ എന്ന് മറ്റുമാണ് ആ ടീച്ചറുടെ പേര്, ആ ടീച്ചറുടെ ഒരു കുറിപ്പ് വൈറലാവുകയുണ്ടായി. ആ ടീച്ചറെ കുറിച്ച് പറഞ്ഞു. കാരണം 6 മാസത്തോളമായി പല ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സിനെയും കയറി ഇറങ്ങി അവർ കണ്ടിട്ടും അവർക്ക് ക്യാൻസർ ആണെന്ന് ഈ ഡോക്ടർ പോലും നിർണ്ണയിച്ചില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ട് മരുന്ന് കമ്പനികളുടെ ബിനാമികളായി മാറുന്നത് പോലെയാണ് ഡോക്ടേഴ്സ് പെരുമാറിയത്. ഇതിന് മുന്നും പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ പോകുന്ന സമയത്ത് ക്ലിനിക്കുകളാണ് കാണും, നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഡോക്ടേഴ്സിൻ്റെ. അവിടെയൊക്കെ പോകുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് പറയും ഇന്നടുത്ത് തന്നെ മരുന്ന് വാങ്ങിക്കണേ. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും ഉണ്ട്, ഇവിടുന്ന് തന്നെ മരുന്ന് മേടിച്ചാൽ മതി, അവിടെ കാണുള്ളൂ, ഇങ്ങനെ നിർദ്ദേശിക്കുന്ന കുറിപ്പടി കൊടുക്കുന്ന ചില ഡോക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരുന്ന് കമ്പനികളും ഡോക്ടേഴ്സുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഒരു വിഹിതം ഇവർക്കെന്നുള്ള നിലയിൽ രോഗികളെ ഇതിനു വേണ്ടിയിട്ട് ഈ ഇടാകൂടത്തിൽ പെടുത്തുക എന്ന് പറയുന്നൊരു സംഭവം ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്. പല ഡോക്ടേഴ്സ് നമുക്കറിയാം എന്ത് തന്നെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അത് ചെറിയ പോലും വലിയ ഡോസിലുള്ളതായി കഴിഞ്ഞാൽ പോലും നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ല. ഇത് ഡോക്ടേഴ്സിന് പോയിട്ട് നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. എന്നിട്ട് പോലും എത്ര ഡോക്ടേഴ്സിനാണ് നമ്മുടെ അടുത്ത് ഇത്തരത്തിൽ പറഞ്ഞു വയ്ക്കുന്നതെന്ന് പറയുന്നത്. അതായത് കൂടുതൽ മരുന്ന് പ്രയോഗിക്കേണ്ട, നിങ്ങൾക്ക് മാറ്റാൻ വരുന്ന രീതിയിലേക്കൊക്കെ ഈ പറയുന്ന മാറ്റങ്ങൾ, ദൈനംദിന മാറ്റങ്ങൾ കൊണ്ടുവന്ന് ശാരീരിക പ്രകൃതിയിലൊക്കെ മാറ്റം വരുത്തൂ, മരുന്ന് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും, അതുകൊണ്ട് അതിൻ്റെ ഡോസ് കുറയ്ക്കുന്നതാണ് ഈ പറയുന്ന നല്ലത് എന്ന് ഉപദേശിക്കുന്ന എത്ര ഡോക്ടേഴ്സ് ഇന്ന് സമൂഹത്തിൽ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് പോലും കഴിയില്ല. 1 2 ഉണ്ടായിരിക്കും, അതിലപ്പുറത്തേക്ക് ഒരു ഡോക്ടേഴ്സ്. കാരണം അവരുടെ നിലനിൽപ്പ് ഇതുപോലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവർ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷനോട് എന്തുമാത്രം സത്യസന്ധത, നീതി പുലർത്തുന്നു എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു ജീവനാണ് നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആ ജീവൻ നഷ്ടപ്പെടുത്തുമ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല. ഈ മനുഷ്യനെ ഒരുപക്ഷെ ചിതിയിലേക്ക് വെച്ചതിന് ശേഷം എരിഞ്ഞടങ്ങിയതിന് ശേഷമാണ് ഇത് ഒന്നും തിരിച്ചറിയാൻ പോകുന്നില്ല, ഒരിക്കലും അറിയില്ല. ചിലപ്പോൾ നമ്മൾ കണ്ടില്ലേ, പണ്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, ഈ പറയുന്ന അതിൻ്റെ സയൻറ്റിഫിക് വശം എനിക്കറിയത്തില്ല, പക്ഷെ കേട്ടൊരു കാര്യമാണ്. അതായത് ഈ ശവസംസ്കാരം നടത്തുന്ന സമയത്ത് ചിതിയിൽ വെൽക്കുന്ന സമയത്ത് അസ്ഥികൂടം എഴുന്നേക്കുക അങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ചലനം ഉണ്ടാവും, പൊസിഷൻ മാറും എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അങ്ങനെ എണീറ്റ് വന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അപ്പം ഒരു ജീവനാണ്, ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി നോക്കേണ്ടത്, തിരിച്ച് നൽകേണ്ടത് ഡോക്ടേഴ്സിൻ്റെ കടമയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെ സമീപിക്കുന്നത്. അപ്പം പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു വാർത്ത പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ വാർത്ത മുന്നോട്ട് വെച്ച ഞാൻ കണ്ട ഒരു ചാനലിൻ്റെ അവതാരകയൊക്കെ ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത അവതരിപ്പിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇത് കൊമിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് കൃത്യമായിട്ട് അറിയാം, പക്ഷേ എന്തുകൊണ്ട് അവരിൽ ചിരി ഉണർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല.